വെൽക്കം ബാക്ക് ടു ബ്രിൻടോ ദ എൻസോ. ഞാൻ നിങ്ങളോടൊരു ചോദ്യത്തിൽ നിന്ന് ഇന്നത്തെ പോഡ്കാസ്റ്റ് തുടങ്ങട്ടെ. നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് പേടിയുള്ളൊരു കാര്യം ചെയ്തത്? പേടിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ കംഫർട്ട് സോണിനും പുറത്തുള്ളൊരു കാര്യം ചെയ്തത് എപ്പോഴാണ്? എന്താണ് നിങ്ങളുടെ കംഫർട്ട് സോൺ? അതായത് നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്ത് നല്ല ശീലമുള്ള കാര്യങ്ങൾ, അതായത് ഇതെനിക്ക് ഈസിയാണ്, ഇതെനിക്ക് ലൈക്ക് എൻ്റെ കൈയുടെ പുറം പോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ അത്രയും തവണ ആവർത്തിച്ച് ചെയ്ത കാര്യങ്ങൾ. അതിനപ്പുറം നിങ്ങൾ എപ്പോഴാണ് ശ്രമിച്ചത്? എന്നാൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. ഒരല്പം എക്സ്ട്രാ ചെയ്യുന്നതുകൊണ്ടുള്ള മാജിക് എന്താണ്? നമ്മളെല്ലാവരും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ വലിയൊരു പക്ഷേ അതിലേക്ക് എടുക്കേണ്ട ഒരു വലുതോ ചെറുതോ ആയ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കാതെ വരും. നമ്മൾ അവിടെ തന്നെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ കൺഫ്യൂസ്ഡായി അവിടെ തന്നെ നിന്നു. ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടാവില്ലേ? പലപ്പോഴും അതിന് കാരണങ്ങൾ, ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജെക്ഷൻ. അതായത് മറ്റുള്ളവർ ഞാൻ പറയുന്ന കാര്യത്തിനോട് നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് ഞാൻ അവിടെ തോറ്റുപോയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു അനാവശ്യ ഈഗോ അത് നിങ്ങളെ തടയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്താണ് കുഴപ്പം? ഇത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് കുറച്ച് റിസ്ക് എടുക്കേണ്ട കാര്യം എന്ത്? അത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലൈഫ് ഒരു ലൂപ്പിൽ പെട്ടാണ്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല കാലങ്ങളായിട്ട്. എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, ഞാൻ അത് ചെയ്യാൻ പോകും. ഞാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ ഇല്ല, അതിന് എതിർപ്പ് പറയും, ഞാൻ അത് ഒഴിവാക്കും. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ സേഫാണ്, സെക്യൂറാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊള്ളാം. പക്ഷെ അതിനപ്പുറം ചിന്തിക്കാത്തൊരു കാര്യം, നമ്മൾ ഇന്ന് സ്വപ്നം കണ്ടതിനേക്കാൾ ഉപരി വളരെ നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയാൽ മെൻ്റലി, ഫിസിക്കലി, ടോട്ടലി ആ റിസ്ക് വർത്തിട്ടാണ്. പക്ഷേ സെയിം ചോദ്യം, സേഫായിട്ടിരിക്കുന്നതല്ലേ നല്ലത്? എന്തിന് റിസ്ക് എടുക്കണം? എന്തിനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഞാൻ അത്യാഗ്രഹം എനിക്കുണ്ട്? നിങ്ങളിപ്പോൾ ഇരിക്കുന്നതിനേക്കാളും നന്നായി നിങ്ങൾക്ക് ബെറ്റർ ആകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വൈ നോട്ട്? പിന്നെ മറ്റു ചിലരുണ്ട്, എനിക്ക് ആ കഴിവുണ്ട്, പക്ഷെ ആ കഴിവ് അവർ ഉപയോഗിക്കില്ല. അവരോട് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ, സ്വർണം തട്ടാൻ്റെ ആലയിൽ കൊണ്ടുപോയി ഉരുക്കിയാലേ അതൊരു ആഭരണമാവുകയുള്ളൂ. നിങ്ങളുടെ കഴിവ് കയ്യിലുണ്ടെന്നും പറഞ്ഞ് അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് ഉപയോഗപ്പെടുത്തുക. അപ്പോഴേ അതിന് ഭംഗിയേറുകയുള്ളൂ. ഒരു പരസ്യമായ രഹസ്യം അതിനെ തെറ്റായി ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ലെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു സത്യമാണ്. അതേപോലെ ഒരേ കാര്യം ഒരുപാട് തവണ ചെയ്തുകൊണ്ട് നമ്മൾ ബെറ്റർ ആകും എന്ന് വിശ്വസിക്കുന്നിടത്താണ് കുഴപ്പം. നല്ലൊരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആണെങ്കിൽ അതിൽ 10,000 അവേഴ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് 10,000 മണിക്കൂർ നമ്മൾ ആ കാര്യം ചെയ്താലേ നമ്മളതിൽ നമുക്ക് എക്സ്പേർട്ട് ആകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് ഒരു വർഷം നമ്മൾ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുകയാണ്, ഏകദേശം ഒരു 4-5 വർഷം കൊണ്ട് നമുക്കതിൽ എക്സ്പേർട്ട് ആകാം എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ പലരും 4 വർഷത്തിൽ കൂടുതലായിട്ട് വണ്ടി ഓടിക്കുന്നവരല്ലേ? ആ നിങ്ങളെ കൊണ്ട് ഒരു നാസ്കാർ റേസിങ്ങോ അല്ലെങ്കിൽ ഒരു മോട്ടോ GP റേസിങ്ങിനോ പോയി നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പേർട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എന്താണ് അവിടെ തെറ്റുന്നത്? അതായത് 10,000 മണിക്കൂർ വേണം എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ അവിടെ വേണ്ട ഒരു കാര്യമാണ് ഡെലിബറേറ്റ് പ്രാക്ടീസ്. നമ്മൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ലെവലിനേക്കാൾ മേളിൽ നമ്മളത് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ സ്കിൽസ് ബെറ്റർ ആകുക. ബ്ലൂ ലോക്ക് എന്നൊരു ആനിമയുണ്ട്. ഞാൻ ഒരു ആനിമെ ഫാനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഫ്ലോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ കഴിവ്, നമ്മുടെ കംഫർട്ട്, പിന്നെ നമ്മളെടുക്കുന്ന ചലഞ്ച് എത്രത്തോളം ചലഞ്ചിങ് ആണ് ആ കാര്യം. നമ്മുടെ കഴിവിനേക്കാൾ ഒരുപാട് വലുതാണ് നമ്മളെടുക്കുന്ന ചാലഞ്ചെങ്കിൽ നമ്മളെ കൊണ്ട് അത് കഴിയില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡായി ഗിവ് അപ്പ് ചെയ്യാനുള്ള സാധ്യത. എന്നാൽ ആ ചലഞ്ചിൻ്റെ ലെവൽ വളരെ കുറവാണ് നമ്മുടെ കഴിവിനെ വെച്ചെങ്കിൽ ആ കാര്യം ചെയ്ത് നമുക്ക് ബോർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഗെയിൻ ചെയ്ത് നമ്മളെ ബെറ്റർ ആക്കി പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവിനും നമ്മളുടെ കംഫർട്ട് സോണിനും കുറച്ച് പുറത്തായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്നിടത്താണ് നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്. നമ്മൾ ആ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറുന്നത് എന്ന് പറയുന്നത്. ഇക്കിഗായിലും പറയുന്നത് തന്നെ ഫ്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ, അതായത് ഒരാൾ 8 മണിക്കൂർ ഒരു ദിവസം അടുത്ത 4 വർഷത്തേക്കായിട്ട്
ഡെഡിക്കേറ്റ് ചെയ്യാണ് ഒരു കാര്യത്തിൽ എന്നോ കൊണ്ട് മാത്രം, ടൈം കൊണ്ട് മാത്രം നമുക്ക് ബെറ്റർ ആവും എന്ന് പറയാൻ പറ്റില്ല. ആ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നതിലുപരി ഡെലിബറേറ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് വേണം പറയാൻ. അതായത് നമ്മളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് നമ്മളെ തന്നെ ഇവോൾവ് ചെയ്യാൻ പുഷ് ചെയ്യുന്നിടത്തേ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുകയുള്ളൂ. അപ്പം ഞാൻ ഈ ചിന്ത അവിടെ ഉടച്ചു വാർക്കുകയാണ്. എല്ലാവരും വിചാരം ദ ബെയർ മിനിമം, ഞാൻ വണ്ടി ഓടിക്കണം, ഞാൻ എല്ലാ ദിവസവും 8 മണിക്കൂർ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കും നിങ്ങൾ ആ ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ നിങ്ങൾ ഓടിക്കുന്നിടത്താണ് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടാണ്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിലായാലും നമ്മളുടെ കംഫർട്ട് സോണിന് ജസ്റ്റ് പുറത്തായിട്ട് നമ്മൾ ട്രൈ എ ലിറ്റിൽ എക്സ്ട്രാ, അവിടെയാണ് നമ്മൾ ഇവോൾവ് ചെയ്യുന്നത്. ബെയർ മിനിമം അല്ല. ബ്രയൻ ട്രേസി ഇതിനെ വളരെ ഭംഗിയോടെ പറയുന്നത്, ഓൾ ഗ്രോത്ത് ഹാപ്പൻസ് അറ്റ് ദ എഡ്ജ് ഓഫ് ഡിസ്കംഫർട്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എപ്പോഴാണ് നിങ്ങൾ ലാസ്റ്റ് ഇതേപോലെ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിട്ട് എന്തെങ്കിലും ശ്രമിച്ചത്? നിങ്ങളെ അതെന്തെങ്കിലും പഠിപ്പിച്ചോ? നിങ്ങളെ അത് മാറ്റിയോ? നിങ്ങളെ അത് ചലഞ്ച് ചെയ്തോ? എന്താണ് ശരിക്കും നിങ്ങൾ വിചാരിച്ചത് തന്നെയായിരുന്നോ നിങ്ങളുടെ കംഫർട്ട് സോൺ? അതോ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ വളർന്നായിരുന്നോ? അതോ നിങ്ങളുടെ കംഫർട്ട് സോണിനെ നിങ്ങളെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുവന്നോ? എന്താണ് സംഭവിച്ചത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം ഈ കഴിഞ്ഞ 1 മാസത്തിൽ, കഴിഞ്ഞ 6 മാസത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എൻകറേജ് ചെയ്യാണ് നിങ്ങളോട് ട്രൈ ചെയ്യാൻ. എന്ത് തന്നെ ആയിക്കോട്ടെ. മേ ബി നിങ്ങളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന വ്യക്തിയായിരിക്കാം, പടം വരയ്ക്കുന്ന ഒരാളായിരിക്കാം, ഓട്ടക്കാരനായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ജസ്റ്റ് ട്രൈ അ ലിറ്റിൽ എക്സ്ട്രാ. അതുപോലെ തന്നെ AI വരും, പലരുടെയും ജോലി പോകും. AI എങ്ങനെ ഞാൻ ഉപയോഗിക്കും? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. AI വന്ന് നിങ്ങളുടെ ആരുടെയും ജോലി കളയുകയല്ല. നിങ്ങളുടെ ജോലി പലതും എളുപ്പമാക്കുകയും നിങ്ങളെക്കൊണ്ട് പണ്ട് പറ്റാതിരുന്ന കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യിക്കുകയാണ്. സോ AI എനിക്ക് പേടിയാണ്. അത് എൻ്റെ കംഫർട്ട് സോണിന് പുറത്താണ്. AI ഞാൻ ഒന്ന് പഠിച്ചാലോ? അതേപോലെ തന്നെ ജിമ്മിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പണിയെടുക്കണ്ടേ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് ജിമ്മിലേക്കൊന്ന് പോകാനുള്ള മനസ്സ് കാണിക്കുക ഫസ്റ്റ്. കട്ടിയുള്ള വർക്കൗട്ടൊക്കെ പിന്നീട്. അത് ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷമല്ലേ. തുടക്കത്തിലേ അങ്ങനെയൊന്നും വരില്ല. സോ ആദ്യമേ നിങ്ങൾ ലക്ഷ്യം ഉറപ്പിക്കേണ്ട. നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെയാണ് എൻ്റെ ജിമ്മിലെ വൈ ഫിറ്റ്നസ് എന്ന കൺസെപ്റ്റ് തന്നെ വരുന്നത്. വൈ ഡു യു വോണ്ട് ടു വർക്കൗട്ട്? അതാണ് ഞങ്ങളുടെ വൈ ഫിറ്റ്നസ് എന്നുള്ളത്. ഈ പറയുന്ന ഇൻറ്റൻസ് വർക്കൗട്ടുകളൊന്നും തുടക്കത്തിൽ വരില്ല. പക്ഷേ യു ഹാവ് ടു ഡു ദ ബെയർ മിനിമം. ഒരുപാട് നേരം എന്നെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതൊന്നും അല്ല നോക്കണ്ട. എത്ര ദിവസം നിങ്ങളെക്കൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും? അത്രയും ദിവസം അറ്റ്ലീസ്റ്റ് പോയി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ ജിമ്മിൽ പോകാത്തതാണെങ്കിൽ അടുത്ത 3 ദിവസത്തേക്ക് ഒരാഴ്ചയിൽ ഞാൻ ജിമ്മിൽ എങ്ങനെ വരും? അങ്ങനെ ചെറിയ ഗോളുകൾ എടുക്കുക. നിങ്ങളുടെ കംഫർട്ട് സോണിന് തൊട്ടപ്പുറത്ത് പോവുക എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. വലിയ ഗോളുകൾ വേണ്ട. നെക്സ്റ്റ്, ജീവിതത്തിൽ പല കാര്യങ്ങളും തേങ്ങ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ കട്ടിയുള്ള തോട് അടിച്ച് തകർത്താലേ അതിൻ്റെ അകത്ത് മധുരമുള്ള വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ആ ഡിസ്കംഫർട്ടിൻ്റെ ആ ഷെല്ലൊന്ന് തകർത്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു വിള്ളലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കിട്ടിത്തുടങ്ങും. അപ്പോൾ ഈ ചെറിയ സ്റ്റെപ്പുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു? അതിനെയാണ് കൈസൻ എന്ന ജാപ്പനീസ് കൺസെപ്റ്റ് പറയുന്നത്. ബെറ്റർ 0.1% എവറി ഡേ എന്ന് കണ്ടാൽ മതി. അതായത് ഞാൻ 1% പോലും വേണ്ട, 0.1% ഞാൻ ബെറ്റർ ആകാൻ ശ്രമിക്കുകയാണ് ഇന്ന് തൊട്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും, ഇതേ സമയമാകുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു 36% ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ഓവർ ടൈം ജസ്റ്റ് 0.1% ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് ബെറ്റർ ആകാൻ പറ്റും. ഇതേ സെയിം ടെക്നിക്ക് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ UK ഒളിമ്പിക് സ്പോർട്സിൻ്റെ ഒരു കോച്ച് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചാണ് അവരുടെ സൈക്ലിംഗ് ടീമിനെ ബിൽഡ് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റായിരിക്കാം, UK ആയിരിക്കില്ലായിരിക്കാം. പക്ഷേ ഒരു ഒളിമ്പിക് ടീമിനെ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാമെന്നും അവർ യൂസ് ചെയ്യുന്നതും ഈ 0.1% ബെറ്റർ എവറി ഡേ. ഇതേ കാര്യം നമുക്ക് വർക്കൗട്ടിൽ ഉപയോഗിച്ചൂടെ? വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പുഷപ്പ് കൂടുതൽ അടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു റെപ്പ് കൂടുതൽ അടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 1 കിലോ കൂടുതൽ യൂസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ജിമ്മിൻ്റെ ബേസിൽ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയും. പക്ഷേ സെയിം കൺസെപ്റ്റ് സെയിം ആണ്. ബെറ്റർ, സ്ലൈറ്റ്ലി ബെറ്റർ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എഫേർട്ട് ഇടുക. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ലിമിറ്റിംഗ് ഫാക്ടർ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്നത് കംഫർട്ടായിരിക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഡിസ്കംഫേർട്ടിൻ്റെ അപ്പുറത്താണ് കംഫർട്ട് എല്ലാം ഇരിക്കുന്നത്. ഇന്ന് ബിൽഡ് ചെയ്ത പല വലിയ ബ്രാൻഡുകളും
അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ടാണ് അവർ അവിടേക്ക് എത്തിയത്. ആരും നേരെ അവരുടെ കളർഫുൾ എറയിലേക്ക് നേരെ വന്ന് ഇറങ്ങിയല്ലായിരുന്നു. എല്ലാവരും ഡിസ്കംഫർട്ട് കഴിഞ്ഞ് തന്നെയാണ് വരുന്നത്. സോ ഡിസ്കംഫർട്ടിനെ നമ്മളുടെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ട് കാണുക. നമ്മൾ പലതും പഠിക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ട് കാണുക. അപ്പം നമ്മൾ ഡിസ്കംഫർട്ട് ഫേസ് ചെയ്യാൻ റെഡി ആയിക്കൊള്ളുക. ഇല്ലെങ്കിൽ അലക്സ് ഹോർമോസി പറയുന്ന പോലെ സ്വയമേ പറയുക, നാളെ ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്ന എൻ്റെ കഥ അതിതാണ്. ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ സെറ്റ് ബാക്കുകളും എല്ലാം എന്നെ ബിൽഡ് ചെയ്ത് എങ്ങനെ എന്ന് ലോകം അറിയും. പലരും ഗിവപ്പ് ചെയ്ത് ചെറിയ കാര്യങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ വലിയ കാരണങ്ങളുടെ മുന്നിൽ നിങ്ങൾ പിടിച്ചു നിന്ന് നിങ്ങളുടെ മനക്കരുത്ത് അതാവട്ടെ നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ കഥ, നിങ്ങളുടെ വിജയഗാഥ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തലയിലിരുത്തി ആലോചിച്ച് നോക്കുക. പക്ഷെ അതേസമയം ഞാൻ പറയും, ഒരുപാട് ആലോചിക്കരുത്. കാരണം നമ്മളുടെ മനസ്സ് തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഓരോ കാരണങ്ങൾ കൊണ്ടുവരും. ആ കുഴപ്പമില്ലാന്നേ, അതിൻ്റെ ആവശ്യമില്ലാന്നേ എന്ന നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മളെ പുറകോട്ട് വലിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മളുടെ ഗട്ട് ഫീലിംഗ് വെച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 0.1% ബെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ ഒരു 36% നിങ്ങൾ ബെറ്റർ ആയിരിക്കും. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് നമുക്ക് 10,000 രൂപ സമ്പാദിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ ഇൻകം അയാൾക്ക് ഒരു അറൗണ്ട് 30% ബെറ്റർ ആക്കാൻ പറ്റി എന്നിരിക്കട്ടെ അടുത്ത വർഷം. അപ്പോൾ 10,000 ഉണ്ടാക്കുന്ന ആൾ ഈ വർഷം 13,000 രൂപയാണ്. അതേ എഫേർട്ട് അയാൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാം. അതൊരു 16,000 അല്ലെങ്കിൽ 17,000 അടുത്ത് അയാൾക്ക് എത്തിക്കാൻ കഴിയും. അതേ കാര്യം മൂന്നാമത്തെ വർഷം പോയാലോ അറൗണ്ട് 22,000 അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് അയാൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു 10,000, അടുത്ത 3 വർഷത്തിനുള്ളിൽ അയാൾക്ക് അയാളുടെ ഇൻകം തന്നെ ഡബിളോ അതിൽ കൂടുതലോ ആക്കാൻ കഴിയുന്നു. ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ. കാരണം അതൊന്നും ആയിരിക്കില്ല നമുക്ക് വിചാരിക്കുന്ന അതിനപ്പുറം നമ്മൾക്ക് ബെറ്റർ ആകാൻ കഴിഞ്ഞേക്കാം. സോ ഈ ചെറിയ സ്റ്റെപ്പുകളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വില കുറച്ച് കാണരുത്. എൻ്റെ നേരത്തെ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ ചെറിയ കട്ടകൾ നിരത്തി വെച്ച് ഒരു വലിയ വീടുണ്ടാകുന്ന പോലെ എങ്ങനെയാണ് നമ്മൾ ചെറിയ സ്റ്റെപ്പിനെ വില കുറച്ച് കാണാൻ പാടില്ലാത്ത കാര്യം. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾ ഇനിയും മുതൽ എല്ലാ ദിവസമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാ ആഴ്ചയിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കംഫർട്ട് സോണിനും ഒരല്പം പുറത്തു പോയി എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കാം, വായിക്കുന്നതായിരിക്കാം, ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കാം. നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ ഒരു പുതിയ സ്റ്റൈൽ എഡിറ്റിംഗ് ട്രൈ ചെയ്ത് നോക്കുന്നതാവാം. ജസ്റ്റ് വൺ. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾ പ്രോഗ്രസ് മാത്രം അങ്ങനെ ഒന്നും ആരും വളരാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു സ്റ്റേജ് എത്തും, ചിലപ്പോൾ അവിടെ നിന്ന് താഴേക്ക് പോകും, അവിടെ നിന്ന് നേരത്തെ സ്റ്റേജിനേക്കാൾ മേലേക്ക് പോകും, പിന്നെ അവിടെ നിന്ന് താഴേക്ക് പോകും. സ്ട്രെയിറ്റ് റോഡാണ് സക്സസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പക്ഷേ അറിയാമല്ലോ ഞാൻ എന്തായിരിക്കും പറയാം, ഡോണ്ട് ഗിവ് അപ്പ്, നെവർ ക്വിറ്റ്. അതായത് തോറ്റു കൊടുക്കുക അസംഭവ്യം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാൻ ആരും ഇല്ല എന്നുള്ളൊരു സങ്കടമാണെങ്കിൽ പ്ലീസ് എൻ്റെ വരുന്ന വീഡിയോസിലെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ ഉപയോഗിച്ചോളൂ. അതിൽ നിങ്ങൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ചയിൽ നിങ്ങൾ എത്രത്തോളം ബെറ്ററായി, അല്ലെങ്കിൽ എന്താണ് പുതിയതായിട്ട് പഠിച്ചത്, അല്ലെങ്കിൽ എന്ത് തോൽവി നിങ്ങൾക്ക് സംഭവിച്ചു, ഓഫ് കോഴ്സ് ഞാൻ വായിക്കാൻ തയ്യാറാണ്. ഷെയർ ചെയ്യൂ. അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യൂ @brinto_d_enso. എൻ്റെ ഓഡിയൻസിൻ്റെ ഗ്രോത്ത് കാണാൻ എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. അപ്പം ഈ പോഡ്കാസ്റ്റ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തുവെങ്കിൽ, ഇത് ആരെങ്കിലും കണ്ടാൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുമെങ്കിൽ ഒരു മടിയും കൂടാതെ ഷെയർ ചെയ്യൂ. പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.